നാട്ടിലായിരുന്നാലും നീ പാട്ട് പാടും. ഹല്ലേലൂയ. അതാ ദാവീദിന്റെ പ്രത്യേകത. അവൻ നാട്ടിലായിരുന്നപ്പോഴും അവനൊന്നുമില്ലാതിരുന്നപ്പോഴും അവൻ കേവലം ഒരു ഇടയൻ എന്ന ലേബലിൽ അറിയപ്പെട്ടപ്പോഴും അവന്റെ ചേട്ടന്മാരുടെ മിലിറ്ററിയിൽ ഹൈ റാങ്കിൽ ലേബലോടുകൂടി ഹൈ പ്രൊഫഷണലായി റെക്കഗ്നൈസ്ഡായി അവരൊക്കെ നിൽക്കുമ്പോഴും ഒരിടയ അവൻ വേഷം ധരിച്ച്, എന്നാൽ മറ്റവർക്ക് ലേബൽ ഉണ്ടെങ്കിലും ഇവനില്ലാത്തൊരു ഗുണമുണ്ട്. ഇവന്റെ ലേബൽ ഇവൻ ആരാധനയാണ്. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്ത് ഇവനെ എല്ലാം കുറ്റം പറയുന്നത് ഇവൻ പാട്ടുകാരനാണെന്ന, ഇവൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണെന്ന. നിങ്ങൾക്കറിയാം ഇങ്ങനെ പാടിയവന്റെ സങ്കീർത്തനം വേദപുസ്തകത്തോളം. കാട്ടിലായിരുന്നാലും വീട്ടിലായിരുന്നാലും, ഞാൻ കഷ്ടത്തിലായിരുന്നാലും, ഞാൻ സങ്കടത്തിലായിരുന്നാലും, രോഗങ്ങളും ദുരിതങ്ങളും എന്റെ ജീവിതത്തിലേക്ക് വന്നാലും ഹല്ലേലൂയ ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ട് പാടും. ചേർന്ന് പറഞ്ഞ് ഞാൻ ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കും. എന്റെ രാത്രി അതാകട്ടെ തീരുമാനം. നീ ആ തീരുമാനം കൈക്കൊള്ളുമ്പോ ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ യേശുവേ ജയിക്കും ഞാൻ കൃപയാ. നിങ്ങളുടെ ഓരോ വിളക്കിലോ രണ്ടമകരും നിങ്ങളുടെ കരിന്ദ്രിയം മുറിച്ചു മാറ്റുന്ന രാത്രി നിങ്ങളുടെ വിളക്കിലാണ് എണ്ണ ഒഴിക്കും, നിങ്ങളുടെ വിളക്കിലാണ് തിരികത്തിക്കും, നിങ്ങളെ പ്രകാശമാക്കി മാറ്റും. ഇതന്നെ പഴയത്തിലെ മഹാപുരോഹിതന്റെ ജോലി. കരിന്തിരി മുറിച്ചു മാറ്റും, ഇടിച്ചെടുത്ത ഒലിവുള്ള ഒലിവെണ്ണ വിളക്കിലൊഴിക്കും, ആ ദീപങ്ങളെ കത്തിക്കും. സ്വന്തം ആമ ഇതെല്ലാം പഴയ പുരോഹിതന്റെ ജോലിയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവായ സട്ട മഹാപുരോഹിതൻ എവർലാസ്റ്റിംഗ് ഹൈ പ്രീസ്റ്റ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യും. അപ്പൊ ചോദിക്കും, ഇവിടുത്തെ നിലവിളക്കില്ലാത്തത് നിലവിളക്കെല്ലാം മാറ്റിക്കളഞ്ഞല്ലോ? ഇല്ല പ്രിയപ്പെട്ടവരെ, നിലവിളക്ക് മാറ്റിക്കളഞ്ഞിട്ടില്ല. വളരെ നിലവിളക്കാണ് ഇന്ന് രാത്രി അപ്പുറം ഇരിക്കുന്നത്. പുതിയ ദിവസങ്ങളിൽ നിലവിളക്കാരെന്നറിയാമോ? ഞാനും നിങ്ങളുമാ. സ്വർണ്ണ നിലവിളക്ക്, പൊന്നിലവിളക്ക്. പള്ളിയിലെ കാവ് പിടിച്ച സ്തോത്ര നിലവിളക്കല്ല. പള്ളിയുടെ വലിയമ്മച്ചൊക്കെ അവൻ രാവിലെ പള്ളി പോയാലോ പറയും, മോനെ വെളിച്ചെണ്ണോടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ തുടങ്ങിട്ട് പോയി ക്ലാവ് പിടി ഇത് കരച്ച വെളിച്ചെണ്ണേ, അതിന്റെ കൂട്ടാൻ വെക്കാൻ പാടില്ല, ഇത് പള്ളി കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അതാ ഒരു വഴി കത്തിക്കുന്നത്. ആ സാധനമല്ല ദൈവസഭയിൽ ഒഴിക്കുന്നത്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ നിങ്ങളുടെ മേൽ തന്നുകൊണ്ട് എന്റെ ദൈവത്തെ കത്തിപ്പാൻ, നിങ്ങളുടെ ദൈവത്തെ കത്തിപ്പാൻ വന്നു മഹാപുരോഹിത ക്രിസ്തു ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. അത് വിശ്വസിക്കാൻ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി നിലവിളക്കാരെന്നറിയാമോ? ഞാനാണ്, നിങ്ങളാണ്. എങ്കിൽ നിലവിളക്ക് കിടാൻ പാടില്ല, നിലവിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും. ഓരോ സമയം താമസിക്കുന്നതിൽ വീണ്ടും നാമത്തിനോട് പൊട്ടുമ്പോൾ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരുടെ കാഹളം സമീപമാനമാണ്. സമയത്താണെങ്കിൽ ആരും പറയാം കാഹളത്തിൽ കാണുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥനയായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ആവശ്യമായ വചനം കർത്താവിന്റെ ദാസനിലൂടെ നിറച്ചു തരുവാൻ സർവശക്തനായ ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകം ഇന്ന് രാത്രിയിൽ 1-2 വിഷയങ്ങൾക്ക് കൂടി പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി കടന്നു വന്ന നമ്മുടെ ജോസ് ബ്രദർ കുടുംബത്തിനായി സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ആദ്യമായി കടന്നു വരുവാനും നമ്മളോടൊപ്പമായിരിക്കാൻ ദൈവം കൃപ തന്നത് ഓർത്ത് പുതുതായി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു.
ചേർന്ന് പറഞ്ഞേ, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ലോകജീവിതം. ചത്തമേ താൻ വാഴയാ ആകുലമില്ല നാളെ എന്താ. കർത്താവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനത്താൽ കർത്താവെ ഘനീഭവിക്കപ്പെട്ട വന്ധീകരിക്കപ്പെട്ട അവൻ താമസ്ത്രോ എന്ന് തോന്നുന്ന വന്നിട്ടില്ല, സംഭവിക്കില്ല എന്ന് പറയുന്ന ഡിലേ ആയി പോകുന്ന ചില മേഖലകളുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ദൈവപ്രവർത്തിക്കുന്നതിൽ അത് വെളിപ്പെടുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ, പ്രത്യാശയായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. ആമേൻ, ആമേൻ.